ഇതാ വരുന്നേ, ഇതാ പോകുന്നേ, ഇതാ വരുന്നേ, ഇതാ പോകുന്നേ. എന്താ പോകുന്നില്ല? അയ്യോ അപ്പനൊരു സ്റ്റൈലാ. ഇതാ വരുന്നേ, ഇതാ പോകുന്നേ, ഇതാ വരുന്നേ, ഇതാ പോകുന്നേ. ഇതെന്റെ അച്ഛനാ, ഒപ്പന കാണാൻ ഒപ്പം വന്നതാ. അയ്യോ അച്ഛൻ എനിക്കറിയാം, കുട്ടിയാരാ? എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ലൈവ് നടക്കുന്നുണ്ട്. ഇവിടെ ലൈവ് നടക്കുന്നുണ്ടോ? അതെ അതെ, ഇത് ലൈവ് നടക്കുന്ന സ്ഥലവാ. അതിനിപ്പോ എന്താ? ചെറുപ്പക്കാലം തൊട്ട് എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ ഭയങ്കര ത്രില്ലാണ്. എനിക്കൊരു സിനിമ നടി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ക്യാമറ കണ്ടോ ഞാൻ അപ്പോൾ അഭിനയിക്കും. ഇതൊന്നും അല്ല ഇവിടെ അഭിനയം. ഞാൻ അടുക്കളയിൽ കയറി വല്ലതും വെച്ചുണ്ടാക്കി തരാൻ പറഞ്ഞ അവിടെ ഒരു മോണാക്സിന്റെ കാണിച്ചു കൊടുത്തേ അങ്ങോട്ട്. എന്നോട് അടുക്കളയിൽ കേറാൻ പറയരുതേ, എനിക്ക് തലവേദന എടുക്കും. എന്നോട് അടിച്ചു വാരാൻ പറയരുതേ, എനിക്ക് ഊരവേദന എടുക്കും. എന്നോട് അലക്കാൻ പറയരുതേ, എനിക്ക് വിരൽവേദന. പക്ഷെ ഞാൻ വല്ലതും വെച്ചുണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു കൊടുത്ത ടാബ്ലോ കണക്കിന് അനങ്ങാതിരുന്ന് കഴിക്കും. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ് എന്തൊക്കെ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ വിജയിച്ചത്. ഇത് നീ ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇവളുടെ കഴിവില്ലായ്മയും എന്റെ തന്ത്രവും കാരണമാണ് ഈ അവാർഡൊക്കെ ഇവള് വാങ്ങിക്കൂട്ടുന്നത്. എന്ത് തന്നു, എന്ത് കഴിവില്ലായ്മ? നേരെ കണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എന്റെ അച്ഛൻ അറിയില്ല. നീ അത് പറയരുത്. എന്റെ സദ്യ കഴിക്കാനേ സദ്യാലയത്തിൽ പിള്ളേരുടെ തള്ള. ആ സദ്യ കഴിച്ചിട്ട് ആൾക്കാരെ ടോയ്ലറ്റ് കിടന്ന് തള്ളുന്ന അച്ഛൻ കഴിച്ചാ മാത്രം മതിയോ? അപ്പൊ നിങ്ങൾ ഓരോരോ തന്ത്രങ്ങൾ മെനഞ്ഞാണല്ലേ ഓരോരോ ഫസ്റ്റ് സെക്കൻഡ് ഒപ്പിക്കുന്നത്? അയ്യോ അല്ല, കുച്ചിപ്പിടിക്ക് എനിക്കായിരുന്നു. അത് ഞാൻ ജയിക്കാൻ പോണ കുട്ടിയുടെ മൊന്തയും തളകി എടുത്ത് മാറ്റി വെച്ചോട്ടെ. പക്ഷെ കോൽക്കളിക്ക് എന്റെ സ്കൂളിലായിരുന്നു ഫസ്റ്റ്. അത് ഞാൻ മറ്റേ ടീമാരുടെ കോലെടുത്ത് അടുപ്പിലിട്ടോണ്ട്. പക്ഷെ മിമിക്രിക്ക് എനിക്കായിരുന്നു ഫസ്റ്റ്. അത് നീ മാത്രം ഉള്ളോണ്ട്. നല്ല ട്രിക്ക്, നല്ല അച്ഛനും നല്ല മോളും. അപ്പൊ ഓരോരോ ട്രിക്ക് മെനഞ്ഞ് അതിൽ നിന്ന് പ്രൈസ് ഉണ്ടാക്കി ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ കൊടുക്കുകയും എടാ നീ ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. നീ പുറത്താരത്തും പോയി പറയലടാ മോനെ. ശുക്രോ, ഞാൻ ആരോട് പറയാൻ? ഞാൻ ദാ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളയും. അത് മതി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനാണ് ഈ കലോത്സവത്തിന്റെ കലാപ്രതിഭ. കലാപ്രതിഭേ അത് നാട്ടുകാർ തീരുമാനിക്കും. അതെന്ത് ഞാൻ നാട്ടുകാരെങ്ങനെ തീരുമാനിക്കും? നിങ്ങളിപ്പോ ഇവിടെ കിടന്ന് കാണുന്ന എല്ലാ കോപ്രായങ്ങളും ആ ലൈവ് ക്യാമറ വഴി നാട്ടുകാരെല്ലാരും കണ്ടു. ഈ നാട്ടുകാർ തീരുമാനിക്കും ഇവർക്ക് കലാപ്രതിഭ കൊടുക്കണോ വേണ്ടേ. ഇതെന്ത് ന്യായം? ഇതാണ് വാർത്താക്കാരന്റെ ന്യായം. ക്യാമറാമാൻ കിച്ചുവിനോടൊപ്പം കോമഡി മാസ്റ്റേഴ്സ് ആര്യൻ.